നമസ്കാരം. കേരളത്തിന്റെ അടുത്ത മുഖ്യമന്ത്രിയെ ചൊല്ലി കോൺഗ്രസിനുള്ളിൽ തർക്കം തെരുവിലേക്ക് പടരുന്നതിനിടെ പ്രവർത്തകർക്കും നേതാക്കൾക്കും മുന്നറിയിപ്പുമായി മുതിർന്ന നേതാവ് കെ മുരളീധരൻ. ഫ്ലെക്സ് ബോർഡുകളുടെ വലിപ്പമോ തെരുവിലെ പ്രകടനങ്ങളോ നോക്കിയല്ല മുഖ്യമന്ത്രിയെ തീരുമാനിക്കുന്നതെന്നും അതിന് കൃത്യമായ ചിട്ടവട്ടങ്ങളുണ്ടെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു. ചേരിതിരിഞ്ഞ് പോരടിക്കുന്ന പ്രവർത്തകർ പാർട്ടിയുടെ വിജയത്തിന്റെ തിളക്കം കുറയ്ക്കരുതെന്ന സൂചനയാണ് മുരളീധരൻ നൽകിയത്. മുഖ്യമന്ത്രി തീരുമാനിക്കാൻ എന്തിനാണ് ഇത്ര തിരക്ക് കൂട്ടുന്നതെന്നും മുരളീധരൻ ചോദിച്ചു. അടുത്ത 2 ദിവസത്തിനകം ഹൈക്കമാൻഡ് കൃത്യമായി തീരുമാനമെടുക്കും. പാർട്ടി ഒരു നേതാവിനെ നിശ്ചയിച്ചു കഴിഞ്ഞാൽ കോൺഗ്രസ് ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകും. തന്റെ വ്യക്തിപരമായ അഭിപ്രായം പാർട്ടി വേദികളിൽ കൃത്യമായി അറിയിച്ചിട്ടുണ്ട്. മണ്ഡലത്തിലെ ജനങ്ങളുടെ വികാരം കൂടി പരിഗണിച്ചാണ് താൻ നിലപാട് വ്യക്തമാക്കിയതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. എന്നാൽ ആരെയാണ് പിന്തുണച്ചതെന്ന് ഇപ്പോൾ വെളിപ്പെടുത്തില്ല എന്നും മുഖ്യമന്ത്രി പ്രഖ്യാപനത്തിനു ശേഷം അത് പറയാമെന്നും അദ്ദേഹം വ്യക്തമാക്കി. കെ.സി. വേണുഗോപാൽ, വി.ഡി. സതീശൻ, രമേശ് ചെന്നിത്തല എന്നിവർക്കായി അണികൾ ചേരിതിരിഞ്ഞ് നടത്തുന്ന പ്രകടനങ്ങളും ഫ്ലെക്സി യുദ്ധവും കോൺഗ്രസ് നേതൃത്വത്തിന് വലിയ തലവേദനയാണ് സൃഷ്ടിക്കുന്നത്. വ്യാഴാഴ്ച എംഎൽഎമാരിൽ നിന്നും അഭിപ്രായം തേടിയ ഹൈക്കമാൻഡ് നിരീക്ഷകർ ഇന്ന് ഡൽഹിയിൽ മല്ലികാർജ്ജുൻ ഖർഗെയും രാഹുൽ ഗാന്ധിക്കും റിപ്പോർട്ട് സമർപ്പിക്കും. ഇതിനിടെ കെ. സുധാകരൻ പരസ്യമായി കെ.സി. വേണുഗോപാലിനെ പിന്തുണച്ച് കത്ത് നൽകിയതും മുസ്ലിം ലീഗ് വി.ഡി. സതീശനായി രംഗത്തെത്തിയതും അനിശ്ചിതത്വം വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ചില സാമുദായിക സംഘടനകൾ കൂടി തർക്കത്തിൽ പക്ഷം പിടിച്ചതോടെ വിഷയം കൂടുതൽ സങ്കീർണമായി. ഞായറാഴ്ചയോടെ ഡൽഹിയിൽ നിന്നും ഔദ്യോഗിക പ്രഖ്യാപനമുണ്ടാകുമെന്നാണ് സൂചന. അതുവരെ സംയമനം പാലിക്കണമെന്നാണ് മുതിർന്ന നേതാക്കൾ അണികളോട് ആവശ്യപ്പെടുന്നത്. അസമയം കേരളത്തിന്റെ അടുത്ത മുഖ്യമന്ത്രിയെ നിശ്ചയിക്കുന്നതിനുള്ള കോൺഗ്രസ് എംഎൽഎമാരുടെ അഭിപ്രായ ശേഖരണത്തിൽ കെ.സി. വേണുഗോപാലിന് വൻ മുൻതൂക്കമെന്നാണ് സൂചന. കെ.പി.സി.സി വർക്കിംഗ് പ്രസിഡന്റ് സണ്ണി ജോസഫും യുവ നേതാവ് സന്ദീപ് വാര്യരും ആരെയും പിന്തുണച്ചില്ലെന്ന വാദങ്ങൾ തെറ്റാണെന്ന് തെളിയിക്കുന്ന വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. ഹൈക്കമാൻഡ് നിരീക്ഷകൻ മുകുൾ വാസ്നിക്കിന്റെ പക്കലുണ്ടായിരുന്ന പട്ടികയുടെ ആദ്യ ഭാഗം പുറത്തായതോടെയാണ് എംഎൽഎമാരുടെ പിന്തുണ സംബന്ധിച്ച യഥാർത്ഥ ചിത്രം വ്യക്തമായത്. സണ്ണി ജോസഫ്, സന്ദീപ് വാര്യർ, ടി സിദ്ദിഖ് തുടങ്ങിയ പ്രമുഖ നേതാക്കളെല്ലാം കെ.സി. വേണുഗോപാലിന്റെ പേരാണ് നിർദ്ദേശിച്ചതെന്ന് നിരീക്ഷകരുടെ രേഖകൾ വ്യക്തമാക്കുന്നു. സണ്ണി ജോസഫ് നിഷ്പക്ഷ നിലപാട് സ്വീകരിക്കുമെന്നായിരുന്നു നേരത്തെയുള്ള കരുതൽ. എന്നാൽ സന്ദീപ് വാര്യരും സണ്ണി ജോസഫും കൃത്യമായി തന്നെ വേണുഗോപാലിന് അനുകൂലമായി നിലപാട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. മുകുൾ വാസ്നിക് പട്ടികയുമായി മടങ്ങുന്നതിനിടെ പകർത്തിയ ദൃശ്യങ്ങളിൽ നിന്നാണ് ഈ രഹസ്യ വിവരങ്ങൾ പുറത്തായത്. കോൺഗ്രസിന്റെ 63 എംഎൽഎമാരിൽ 47 പേരുടെ പിന്തുണ കെ.സി. വേണുഗോപാലിനുണ്ടെന്നാണ് രേഖകൾ സൂചിപ്പിക്കുന്നത്. ഗ്രൂപ്പ് സമവാക്യങ്ങൾക്കപ്പുറം വലിയൊരു വിഭാഗം എംഎൽഎമാർ വേണുഗോപാലിനായി നിലകൊണ്ടു എന്നത് വി.ഡി. സതീശൻ, രമേശ് ചെന്നിത്തല ക്യാമ്പുകളെ ഞെട്ടിച്ചിരിക്കുകയാണ്. ഐ.സി. ബാലകൃഷ്ണൻ എംഎൽഎയുടെ നിലപാടാണ് ഏറെ കൗതുകരമായത്. അദ്ദേഹം കെ.സി. വേണുഗോപാലിനെയും രമേശ് ചെന്നിത്തലയും ഒരുപോലെ പിന്തുണയ്ക്കുന്നതായാണ് പട്ടികയിലുള്ളത്. രമേശ് ചെന്നിത്തലയ്ക്ക് 8 എംഎൽഎമാരുടെ പിന്തുണ മാത്രമാണ് നിലവിൽ പട്ടികയിലുള്ളത്. ജനപിന്തുണയുണ്ടെന്ന് അവകാശപ്പെടുന്ന വി.ഡി. സതീശനാകട്ടെ 6 എംഎൽഎമാരുടെ പിന്തുണ മാത്രമേ നേടാൻ സാധിച്ചുള്ളൂ. എംഎൽഎമാരുടെ എണ്ണത്തിൽ കെ.സി. വേണുഗോപാൽ ബഹുദൂരം മുന്നിലാണെന്നത് ഹൈക്കമാൻഡിന് അവഗണിക്കാൻ കഴിയില്ല. ഇതോടെ നിരീക്ഷകരുടെ റിപ്പോർട്ടിൽ വേണുഗോപാലിന് വലിയ മുൻഗണന ലഭിക്കുമെന്ന് ഉറപ്പായിട്ടുണ്ട്. എന്തായാലും ഞായറാഴ്ചയോടുകൂടിയെങ്കിലും നമ്മുടെ മുഖ്യമന്ത്രി ആരാണ് എന്ന കാര്യത്തിലൊരു തീരുമാനം ഹൈക്കമാൻഡ് എടുക്കുമെന്ന് പ്രതീക്ഷിക്കാം. കേരളത്തിലെ ജനങ്ങളാണ് വോട്ട് ചെയ്തത്. ആ വോട്ട് ചെയ്ത ജനങ്ങൾക്ക് ഇഷ്ടമുള്ള ആളുകൾക്ക് വേണ്ടി അവർ തെരുവിലിറങ്ങി പ്രതിഷേധം നടത്തും. ഈ ഘട്ടത്തിലാണ് കെ.സി. വേണുഗോപാലിന് എംഎൽഎമാരുടെ പിന്തുണ വളരെയധികം ഉണ്ടെന്ന റിപ്പോർട്ടുകളും വരുന്നത്. എന്തായാലും ആര് മുഖ്യമന്ത്രി കസേരയിൽ ഇരിക്കുമെന്ന കാര്യത്തിൽ 2 ദിവസത്തിനുള്ളിലെങ്കിലും തീരുമാനമുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാം.